ഇന്ന് എൻ്റെ മുടി നല്ല ഫ്രിസി ആട്ടോ. അതുകൊണ്ട് നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഹെയർ പാക്ക് നമുക്ക് ചെയ്യാവേ. 2 ഹെയർ പാക്കുകൾ ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. അകാലനര ഉണ്ടാവാതിരിക്കാനും പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും മുടി നല്ല കരുത്തോടെ വളരാനും നമുക്ക് ഈ പാക്ക് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു ദിവസം തന്നെ എക്സ്ട്രീമായിട്ട് മുടി കൊഴിച്ചിലുള്ളവരുണ്ട്. ഒരു 100-150 മുടി വരെ കൊഴിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പായ്ക്ക് ഒരു 2 മാസത്തോളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഈ കമൻറ്റിൽ വന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്ന നെല്ലിക്കയുടെ പൊടിയാണ്. നെല്ലിക്ക നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തവർക്ക് ഇതിൻ്റെ പൊടിയായിട്ട് കിട്ടും. ഞാനിത് അടുത്തുള്ള അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിന് 10-40 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ ഇന്നെടുത്ത് കഞ്ഞിവെള്ളമായിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കൊടുത്തു ആൾക്ക്. അപ്പം ഇത് ഇന്നെടുത്ത കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്റ്റാർച്ചാണ് ഉള്ളത്. പിന്നെ കൂടാതെ തന്നെ വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം ഇമ്പ്രൂവ് ആവും. പിന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നല്ലോണം നമ്മുടെ സ്കാൽപ്പിനെ നല്ലോണം ഒന്ന് നറിഷ് ചെയ്ത് വെക്കാൻ, അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും പിന്നെ നല്ല ബലത്തോടു കൂടി മുടി വളരാനും വേണ്ടിയിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും ഈ പാക്ക്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. നമുക്കൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ പാടില്ല, എന്നാൽ നമ്മുടെ ഹെയറിൽ നിന്ന് ഒലിച്ചിറങ്ങാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി ഇതിലേക്ക് 2 പൊടികളൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ചേർക്കുന്ന കയ്യുണ്ണിയത്തിൻ്റെ പൊടിയാട്ടോ. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരാ പറയുക. കഞ്ഞുണ്ണി എന്ന് പറയും, കയ്യൂന്നി എന്ന് പറയും, കയ്യുണ്ണി എന്ന് പറയും. അപ്പം എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാനിവിടെ പറയുന്നത് കയ്യുണ്ണിയം എന്നാണ്. അപ്പോൾ അതിൻ്റെ പൊടി എടുക്കുക. ഇതും അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഇത് കാണും. പച്ചമരുന്നാണിത്. അന്നേരം അത് പറിച്ചെടുത്തിട്ട് നമ്മൾ അരകല്ലെ വെച്ചോ മിക്സിയിലിട്ടോ നല്ലോണം അരച്ച് അതിൻ്റെ ചാറായിട്ട് എടുക്കുക. അതൊരു 3-4 സ്പൂണോളം വേണ്ടി വരും. ഞാനിവിടെ പൊടി ആയതുകൊണ്ട് ഒരു 1/4 സ്പൂണേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതിനൊരു ഡാർക്ക് കളറാവും. ഞാനിവിടെ നീലയമരിയുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഒരു 1/4 സ്പൂണായിരുന്നു അത് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 3 കൂടി ആയിട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ നീലയമരിയുടെ പൊടി. നമ്മുടെ മുടിയൊക്കെ കറുക്കാനും നല്ലോണം മുടി കട്ടിയിലൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കാം. ഈ നീലയമരിയ, ബ്രഹ്മി, കറ്റാർവാഴ, ചെമ്പരത്തിയുടെ പൂവ്, കയ്യുന്യം, ഇതൊക്കെ കൊണ്ട് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ ഓൾറെഡി ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന് നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് താനും. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ നല്ലോണം കോതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മുടിയിൽ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും മുടിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിന് മുന്നേ ആയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നില്ല. ഈ മാസ്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കയ്യിലൊരു ഗ്ലൗസോ എന്തെങ്കിലും ഇടുക കേട്ടോ. ഞാനിപ്പം ഗ്ലൗസ് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ ഒരു ബ്രഷോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പഞ്ഞിയാണ് എടുക്കുന്നത്. ഒരു പഞ്ഞി എടുത്ത് ജസ്റ്റ് നല്ലോണം സ്കാൽപ്പിൽ ഇങ്ങനെ ഒപ്പി കൊടുക്കും കേട്ടോ. എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അതാകുമ്പോൾ സ്കാൽപ്പിൽ നല്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരത്തൊന്നുമില്ല. കൂടുതൽ നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് നല്ലോണം പെനിട്രേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എൻ്റെ മുടി വകഞ്ഞു മാറ്റിയിട്ട് നല്ലോണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലയിൽ താരൻ്റെ പ്രശ്നമുള്ളവർ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അത് നല്ലോണം വാഷ് ചെയ്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ അടിഞ്ഞിട്ട് പിന്നെയും അഴുക്കും ചെളിയും എല്ലാം കൂടെ വന്ന് കൂടുതലായിട്ടും താരൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മൾ എന്ത് പുറമേ കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഭക്ഷണം നല്ലോണം കഴിക്കണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ചെറുപയർ, മുട്ട, പാല്, അതുപോലത്തെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. ഇതെല്ലാം കൂടെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ മുടി കൊഴിച്ചിലിനും ഒക്കെ ഒരു പരിഹാരം ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം.
ഈ ഹെയർ മാസ്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുടി നല്ലോണം ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് എന്നിട്ടൊരു ചെറിയ ടർക്കി ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ മുക്കി നമ്മുടെ മുടി നല്ലോണം പൊതിഞ്ഞ് കെട്ടി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കുറച്ചും കൂടെ ഒന്നുകൂടെ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ മാസ്ക് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതായത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാനിത് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയുടെ എൻഡിലും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റൻസ് ഒക്കെ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് എക്സ്ട്രാ ഉള്ള പോർഷൻസ് എല്ലാം ഞാൻ മുടിയുടെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിലേക്ക് പറ്റിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ മാസ്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഡ്രസ്സൊന്നും ഇടണ്ട, ഇതിലും ഇത്തിരി കൂടുതലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുവെച്ചാൽ മതി. കാരണം ഇതിന് ഇത്തിരി കറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഒരു 20 മിനിറ്റോളം ഇത് നമ്മുടെ മുടിയിൽ തന്നെ വെക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഇത് കഴുകിക്കളയുക. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്യാൻ നേരത്തെ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ കിട്ടിട്ടെന്ന് കരുതി ഷാമ്പൂവും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഹെയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഏത് ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറ കേട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരാം കേട്ടോ. എൻ്റെ കയ്യിൽ മൊത്തമായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ടൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈസക്കുട്ടി അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ആളെന്നെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ അപ്പോൾ ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കാറ്റും മഴയും കൂടെ വന്നു. അപ്പോൾ പായ്ക്ക് ഇട്ടിട്ടുള്ളത് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിയിൽ ഇപ്പം നല്ല ചേഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് കാണാവോന്ന് അറിയത്തില്ല. ഇപ്പം ഡ്രൈ ഹെയർ ആയിരുന്നു, ഇപ്പം ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
മുടി കൊഴിച്ചിലൊക്കെ എക്സ്ട്രീം ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അയണിൻ്റെ കുറവോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ലോണം സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് പ്രോപ്പർ ഓയിലിംഗ് ചെയ്ത് ഹെയർ പാക്കുകളൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ചിലർക്ക് ഡ്രൈ ഹെയർ ആയിരിക്കും, ഓയിലി ഹെയർ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ടൈപ്പ് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.